SKN40 യാത്രയ്ക്ക് ആശംസ നേർന്ന കൊച്ചിയിലെ റീജിയണൽ കെയർ സെന്റർ. സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ റീജനറേറ്റീവ് മെഡിസിൻ സെന്ററാണ് റീജിയണൽ കെയർ സെന്റർ. യാത്രയ്ക്ക് എല്ലാ ആശംസകളും നേരുന്നുവെന്ന് അസ്ഥിരോഗ വിദഗ്ധനായ ഡോക്ടർ വിനീത് എംപിയും ത്വക് രോഗ വിദഗ്ധയായ ഡോക്ടർ അശ്വതി മോഹനും പറഞ്ഞു. പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് കൊച്ചിയിലെ റീജിയൻ കെയറിലാണ്. ദക്ഷിണേന്ത്യയിലെ തന്നെ ആദ്യ പുനരുജ്ജീവന ചികിത്സാ രീതി ഉള്ള ആശുപത്രിയാണ്. അപ്പോൾ കൃഷ്ണയ്ക്ക് ഇതിനെക്കുറിച്ച് കുറച്ച് കൂടുതൽ വിവരമുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. കാരണം ഈ ഡോക്ടറിന്റെ ആദ്യത്തെ ഇന്റർവ്യൂ എടുത്തത് ഞാനാണ്. ലൈഫ് ഡോക്ടേഴ്സ്, നമ്മുടെ ലൈഫ് ഡോക്ടേഴ്സിൽ. അപ്പം ഇപ്പൊ എന്താണ് ഇതിന്റെ ഇവർ രണ്ടുപേരും ഡോക്ടേഴ്സ് അല്ലേ? രണ്ടുപേരും ഡോക്ടേഴ്സ് ആണ്. എല്ലും തോലും ഡോക്ടർ വിനീത് എം പി. എല്ലും തോലും എന്താ കുഴപ്പം? എല്ലാവരും അതിനകത്ത് തോലാണ്. എല്ല് ഡോക്ടർ വിനീത് അസ്ഥിരോഗ വിദഗ്ധനാണ്. തോല് ഭാര്യ അശ്വതി മോഹൻ ഡെർമറ്റോളജിയാണ്. അപ്പൊ എല്ലും തോലും നല്ല പേരുകളായിരുന്നു. അതെ. ഓക്കെ. അപ്പോ ഇവര് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PRP എന്ന് പറയുന്ന ഒരു തെറാപ്പിയാണ്. നമ്മുടെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് എടുത്ത് അത് ടെസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് പ്ലേറ്റ്ലെറ്റ് റിച്ച് ആയിട്ടുള്ള പ്ലാസ്മ വേർതിരിച്ചെടുത്ത് നമ്മുടെ ശരീരത്തിൽ തന്നെ കുത്തിവെച്ച് ഈ പറയുന്ന പോലെ സാറിനെ കാണാൻ വേണ്ടി കൊതിയായിട്ട് കാത്തിരിക്കണേ. നമ്മുടെ റാഫിയുടെ ഉമ്മച്ചിയാണ് നിൽപ്പുണ്ട്. റാഫി കരീമിന്റെ റാഫി ഇവിടെ റാഫിയുടെ ഉമ്മച്ചിയാണ്. സന്തോഷം. നല്ല പരിപാടിയാണ്. ഗുഡ് മോർണിംഗ്. ഹലോ. ഇതാണ് എല്ലും തോലും. ഇത് എല്ല്, ഇത് തോല്. നമസ്കാരം. ഞാൻ കുറച്ചുകൂടെ പ്രായമുള്ള ഒരാളെ പ്രതീക്ഷിച്ചു. താങ്ക് യു. ഡോക്ടർ അശ്വതി ഇവിടെ നമ്മളെ 24 ആണ് എപ്പോഴും കാണിക്കുന്നത്. രാവിലെ ഒന്ന് കാണിച്ചു. ആരോ പറഞ്ഞു കേട്ടോ, നിങ്ങൾ എപ്പോഴും 24 മാത്രമേ ഇടാറുള്ളൂ. ഇവിടെ നമ്മൾ 24 മാത്രമേ കാണൂ. ചികിത്സാ രീതിയുടെ ഒരു പ്രത്യേകത. ഇത് സൗത്ത് ഇന്ത്യയിലത്തെ ഫസ്റ്റ് റീജനറേറ്റീവ് സെന്ററാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. റീജനറേറ്റീവ് മെഡിസിൻ മാത്രം എക്സ്ക്ലൂസീവ്ലി പ്രാക്ടീസ് ചെയ്യുന്നതാണ്, ഓർത്തോപെഡിക്സും സ്കിന്നും. റീജനറേറ്റീവ് മെഡിസിൻ എന്ന് പറഞ്ഞാൽ കേടായിട്ടുള്ള കോശങ്ങളെ മരുന്ന് എക്സ്റ്റേണൽ ഫോഴ്സുകൾ ഇല്ലാതെ സർജറി അല്ല, ഇഞ്ചക്ഷനിൽ ചെയ്യാം. നമ്മളുടെ തന്നെ ശരീരത്തിലെ ബ്ലഡ്, അതിലത്തെ പ്ലേറ്റ്ലെറ്റ്സ് അല്ലെങ്കിൽ ഗ്രോത്ത് ഫാക്ടേഴ്സ്, അല്ലെങ്കിൽ നമുക്ക് മജ്ജയെന്ന് ബോൺ മാരോ കൊടുക്കും, സ്റ്റെം സെൽ എന്ന് പറയും. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ആർത്രൈറ്റിസിന് ട്രീറ്റ് ചെയ്യാം. അങ്ങനെ പല കണ്ടീഷൻസിനും. പരമാവധി ഏതൊക്കെ അവയവങ്ങൾ ട്രീറ്റ് ചെയ്യാൻ പറ്റും? ഇത് പല കണ്ടീഷൻസിനും. ഹാർട്ടിലേക്ക് കയറുമോ? ഹാർട്ടിന് ഇപ്പൊ ചെയ്യുന്നുണ്ട്. നമുക്ക് ഇന്ത്യയിൽ ഇന്ത്യയിൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടില്ല. ഇന്ത്യയിൽ റെക്കഗ്നേഷൻ കിട്ടിയേക്കുന്നത് സ്കിന്നിനുണ്ട്, ഓർത്തോപെഡിക്സിലുണ്ട്, ഗ്യാസ്ട്രോ, പ്ലാസ്റ്റിക് സർജറി, ഗൈനക്ക്, ഒഫ്താൽമോളജി, അങ്ങനെയുണ്ട്. നമ്മളിവിടെ ഓർത്തോപെഡിക്സും സ്കിന്നുമാണ് ചെയ്യുന്നത്. അത്യാവശ്യം രോഗികളുണ്ടല്ലോ ഇവിടെ അല്ലേ? കുഴപ്പമില്ല സാർ. അപ്പോൾ നമസ്കാരം സാർ. ഞാൻ മലപ്പുറമാണ്. ഞാൻ എറണാകുളം. എന്റെ ജൂനിയർ ആയിരുന്നു കോളേജ്. ജൂനിയർ സീനിയറിനെ കിട്ടി അല്ലേ? തിരിച്ചാണെങ്കിൽ കുഴപ്പമായിരുന്നു. അപ്പം എങ്ങനെ ഈ ഒരു ടെക്നോളജി അല്ലേ, പുതിയൊരു രീതിയല്ലേ ഈ ചികിത്സാ രീതി, അങ്ങനെ പോപ്പുലർ ആണോ? സർ 2015 തൊട്ട് സ്കിന്നിൽ നമ്മൾ PRP ചികിത്സ ചെയ്യുന്നുണ്ട്. അപ്പോൾ PRPയുടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഗ്രോത്ത് ഫാക്ടേഴ്സ്, സ്റ്റെം സെൽസ് എല്ലാം നമ്മളിപ്പോൾ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട്, ആൻറ്റി ഏജിങ്ങിന് വേണ്ടിയിട്ട്, പിന്നെ കുറച്ച് സ്ക്ലീറോസിസ് പോലെയുള്ള ചികിത്സ പറ്റുമോ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മളൊക്കെ വൃദ്ധനായി തുടങ്ങിയതാ. കാണിക്കാവുന്നതൊക്കെ കാണിക്കാമല്ലോ. ഓക്കെ, താങ്ക് യു. കൃഷ്ണ, താങ്ക് യു. പിന്നെ എന്നോട് രണ്ടുപേരോടുണ്ട്. നമ്മുടെ വിജയകുമാർ ഈ ടെക്നോളജി വേണ്ട ആളാ. ഈ തലയെ വല്ല പറ്റുമോ? തലയെ പറ്റുമോ? അത് സ്കിന്നിന് പറ്റും സർ. ഞാൻ ഈ മനുഷ്യനെ ഒന്ന് വിഗ് കൊടുക്കാൻ ശ്രമിച്ചു, പറ്റിയിട്ടില്ല. ഇവിടെ വന്നാൽ മതി. വിഗ് വേണ്ടല്ലോ. വേണ്ട. ഇതൊന്ന് ആസ്റ്ററിലുണ്ട്, കേരളത്തിൽ വളരെ കുറവായത്. ഇത് റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ എന്ന് പറയുന്ന ഒരു മെഷീനാണ്. അപ്പോൾ മുട്ടുവേദനയെ കൊണ്ട് സർജറി ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനുണ്ട്. അപ്പോൾ അവർക്ക് പെയിൻ ഒക്കെ കുറയ്ക്കാനായിട്ട് കീഹോൾ വഴി ഒരു ഇഞ്ചക്ഷൻ മാത്രം ചെയ്ത് പെയിൻ കുറയ്ക്കാൻ പറ്റും. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മെഷീനാണ് ഇത്. കൂൾഡ് RFA എന്ന് പറയും. 2 മെഷീനേ ഉള്ളൂ കേരളത്തിൽ. അതെ, ഇത് വളരെ കുറവായത്. സൗത്ത് ഇന്ത്യയിൽ തന്നെ കുറവാണ്. ഇപ്പം നമ്മൾ നേരിട്ട് ഇത് US മെഷീനാണ്, ഇമ്പോർട്ടഡാണ്. ഇത് നമുക്കിവിടെ അസംബിളി ഒന്നുമില്ല. അതേപോലെ ഇപ്പം നമ്മൾ അൾട്രാസൗണ്ട് ഗൈഡഡാണ്. ഇതിവിടെ അൾട്രാസൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ ഇഞ്ചക്ഷൻസ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ നല്ല പ്രിസിഷൻ കിട്ടും നമുക്ക്. വെറുതെ ബ്ലൈൻഡ് ആയിട്ട് കൈത്തെറ്റ് വരത്തില്ല. അതെ, ഇപ്പം തെറ്റുകൾ വരാനുള്ള സാധ്യതകളില്ല മെഷീൻ്റെ സഹായത്തോടെ. ഏത് ടൈപ്പ് രോഗികൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നു? ഇത് ആർത്രൈറ്റിസ് ഉള്ളവർക്കാണ് കൂടുതൽ ചെയ്യുന്നത്. ഇപ്പം ഇടുപ്പില്, മുട്ടിന്, തോളിന്, സ്പൈനിന്, ഇപ്പം ഡിസ്ക് പ്രൊലാപ്സ് ഒക്കെ ഉള്ളവർക്ക് സുഖമായിട്ട് ചെയ്യാം. അപ്പം ഇഞ്ചക്ഷൻസ് മാത്രമാണ്. അപ്പം ചിലവർക്ക് സർജറി പേടിയാണ്. സർജറി ചെയ്യുന്ന സ്റ്റേജ് ആണെങ്കിൽ സർജറി പേടിച്ചിട്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ആർത്രൈറ്റിസിൽ ഇപ്പോൾ റീജനറേറ്റീവ് മെഡിസിനും കഴിഞ്ഞിട്ടുള്ള സ്റ്റേജിന് നമ്മൾക്ക് വേദന ഉണ്ടാവില്ല. ഇല്ലില്ല, ഇതൊരു പെയിൻലെസ് പ്രൊസീജിയർ അല്ലേ. ഇഞ്ചക്ഷന്റെ പെയിൻ മാത്രമേ ഉള്ളൂ. ചെറിയൊരു ലാബാണ് നമ്മൾ കാര്യങ്ങളും. ഓ ശരി.
ഈ ലാബിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? ഇതിൽ എല്ലാ ബ്ലഡ് ടെസ്റ്റ് വേണ്ടിയുള്ള എല്ലാ ടെസ്റ്റുകളും ചെയ്യും. ഇത് നമ്മൾക്ക് ഏറ്റവും എങ്ങനെയാണ് റീജനറേറ്റീവ് മെഡിസിൻ ചെയ്യാന്ന് പറഞ്ഞാൽ വെറുതെ ബ്ലഡിൽ നിന്ന് പ്ലേറ്റ്ലെറ്റ്സ് സെപ്പറേറ്റ് ചെയ്താൽ പോരാ. അതിൽ ഈൽഡ് എന്ന് പറയും. നമ്മൾക്ക് എത്ര സെല്ല് കൗണ്ട് ചെയ്യണം, അങ്ങനെ സെൽ കൗണ്ടേഴ്സ് എല്ലാം ഉണ്ട്. അത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വേണം നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ. അല്ലെങ്കിൽ അതിന് ഈൽഡ് വെറുതെ ഗുണം ഉണ്ടാവില്ല. ഇപ്പം നമ്മൾ വെറുതെ PRP എന്ന് പറഞ്ഞാൽ കുത്തിവെച്ചാൽ അങ്ങനെ ഗുണം കിട്ടത്തില്ല. SKN40 യാത്രയ്ക്ക് ആശംസകൾ നേരുകയായിരുന്നു കൊച്ചിയിലെ റീജൻ കെയർ സെന്റർ. സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ റീജനറേറ്റീവ് മെഡിസിൻ സെന്ററാണ് റീജൻ കെയർ സെന്റർ.